നമസ്കാരം. കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മൾ മലയാളികൾ കേരളമെന്ന ഭൂതലം നേരിട്ട ആരോഗ്യ പ്രതിസന്ധിയുടെ വ്യാപ്തി എത്ര പേർക്ക് അറിയാം? ഒരുപക്ഷെ ആ ആരോഗ്യ പ്രതിസന്ധികളെ അതിജീവിച്ച കഥ എന്നുള്ളത് അത്ഭുതകരമായ ഒരു കഥയാണ്. ലോകത്തോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന, ലോകനാഗരികതയുമായി ഏറ്റവും കൂടുതൽ എക്സ്പോഷർ കിട്ടിയ ഒരു സമൂഹം എന്ന നിലയിൽ ലോകത്തിൻ്റെ ഏത് കോണിലുള്ള പകർച്ചവ്യാധികളും കേരളത്തിലേക്ക് എത്താൻ അധിക നാൾ വേണ്ട, അധിക സമയം പോലും വേണ്ട. അപ്പം അത്തരം നിരവധി രോഗങ്ങൾ കേരളത്തിലേക്ക് എത്തുകയുണ്ടായി. നാം ആ രോഗാവസ്ഥയിലൂടെ സഞ്ചരിക്കുകയുണ്ടായി. എന്നാൽ നാം എത്രയും വേഗം ആ രോഗാവസ്ഥകളോട് പൊരുതി, ഒരു സമൂഹം എന്ന നിലയിൽ പൊരുതി നമ്മൾ അതിനെ അതിജീവിച്ചു. ആ അതിജീവന കഥയുടെ പിറകിലുള്ള ശക്തി എന്താണ് എന്ന് നാം തിരിഞ്ഞു നോക്കേണ്ടത്. ആ തിരിഞ്ഞു നോക്കലാണ് ഇന്നത്തെ വീഡിയോയുടെ ഉള്ളടക്കം. ആ ശക്തി മറ്റൊന്നുമല്ല, നാം കെട്ടിപ്പടുത്ത പൊതുജനാരോഗ്യ മേഖലയാണ്. ആ പൊതുജനാരോഗ്യ മേഖലയുടെ ശക്തി ഒന്നുകൊണ്ട് മാത്രമാണ് ലോകത്തിൻ്റെ വ്യത്യസ്ത കോണിൽ നിന്ന് കേരളത്തിലേക്ക് എത്തിയ പല രോഗങ്ങളെയും പല പകർച്ചവ്യാധികളെയും നമുക്ക് നേരിടാൻ സാധിച്ചത്. നമ്മൾ ആരോഗ്യരംഗത്ത് സേവനങ്ങൾ ഏതുവിധമാണ് ശക്തിപ്പെടുത്തിയത്, ഏതുവിധമാണ് ഡീസെൻട്രലൈസ് ചെയ്തത് അല്ലെങ്കിൽ വികേന്ദ്രീകരിച്ചത്? ഇതൊരു അധികാര കൈമാറ്റത്തിൻ്റെ ചരിത്രമാണ്. മേൽത്തട്ടിൽ നിന്ന് താഴെ തട്ടിലേക്ക്, ജനങ്ങളുടെ ഏറ്റവും അടുത്തേക്ക് അധികാരങ്ങളെ പുനർവിന്യസിച്ചതിൻ്റെ ഏറ്റവും ഉദാത്തമായ മാതൃകയാണ്. ആ കഥയാണ് നമ്മളിന്ന് പറയാനുള്ളത്. എന്താണ് ആർദ്രം മിഷൻ? ആരോഗ്യമേഖലയിൽ ഇടതുപക്ഷ സർക്കാർ നടപ്പിലാക്കിയ ഒരു ബൃഹത് പദ്ധതിയാണ് ആർദ്രം മിഷൻ. എന്താണ് ആർദ്രം മിഷൻ? നമ്മുടെ പൊതുജനാരോഗ്യ മേഖലയെ ശക്തിപ്പെടുത്താനും ജനങ്ങളിൽ പൊതുജനാരോഗ്യ മേഖലയിലൂടെ വിശ്വാസം നേടിയെടുക്കാനും ഇടതുപക്ഷ നയബോധത്തോടുകൂടി, ഇടതുപക്ഷ സാമൂഹ്യ നീതിബോധത്തോടുകൂടി നാം കെട്ടിപ്പടുത്ത ഒരു പദ്ധതിയാണ് ആർദ്രം മിഷൻ എന്നത്. അതിൻ്റെ ഫലമായി ആർദ്രം മിഷൻ്റെ ഫലമായി നമ്മൾ എന്തെല്ലാം ചെയ്തു? നാം ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളെ ഫാമിലി ഹെൽത്ത് സെൻ്ററുകളാക്കി മാറ്റി എന്നതാണ്. ആ മാറ്റം നമുക്ക് തന്നിട്ടുള്ള സേവനങ്ങളുടെ വ്യാപ്തി എത്രമാത്രമാണ്? അതാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. ആതുര സേവന മേഖല സ്വകാര്യ മൂലധന കുത്തകൾക്ക് പണയം വെച്ചൊരു കാലത്ത്, അല്ലെങ്കിൽ സ്വകാര്യ മൂലധനം, ഫിനാൻസ് ക്യാപിറ്റൽ സ്വകാര്യ ആതുര മേഖലയെ അനുദിനം ശക്തിപ്പെടുത്തുന്ന ഒരു കാലത്ത് എല്ലാ മനുഷ്യർക്കും ആക്സസിബിളായിട്ടുള്ള, എല്ലാ മനുഷ്യർക്കും ലഭ്യമാകുന്ന ആതുര സേവനങ്ങളെ വികസിപ്പിക്കുക എന്നുള്ളതാണ് ആർദ്രം മിഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമ്മൾ പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളെ ഫാമിലി ഹെൽത്ത് സെൻ്ററുകളാക്കി മാറ്റിയപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് സാധിച്ചെടുത്തത്? സാധാരണഗതിയിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നമുക്ക് സേവനം, ഒരു ഡോക്ടറുടെ സേവനം ഉച്ചവരെയാണ്, രാവിലെ തൊട്ട് ഉച്ചവരെ മാത്രമാണ് ലഭിച്ചിരുന്നത്. എന്നാൽ അത് ഫാമിലി ഹെൽത്ത് സെൻ്ററാക്കി മാറ്റിയതോടുകൂടി OP ടൈം എത്രയായി മാറി? രാവിലെ 9 മണി തൊട്ട് വൈകിട്ട് 6 മണി വരെയായി മാറി. എന്തെല്ലാം മറ്റ് സേവനങ്ങളാണ് ഒരു ഫാമിലി ഹെൽത്ത് സെൻ്ററിൽ നമുക്ക് ലഭ്യമാകുന്നത്? സ്പെഷ്യലൈസ്ഡ് ലാബുകൾ ലഭ്യമാകുന്നുണ്ട്, അതേപോലെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ക്ലിനിക്കുകളുണ്ട്, അതേപോലെ വെൽനസ് സെൻ്ററുകളുണ്ട്. ഇതൊക്കെ തന്നെ നമ്മൾ വികസിപ്പിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ സാധാരണക്കാരൻ്റെ ആരോഗ്യ സംരക്ഷണത്തെ എളുപ്പമാക്കി മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ആർദ്രം മിഷനിൽ പ്രധാനമായിട്ടും എന്തെല്ലാം ആസ്പെക്റ്റുകളാണ് നമ്മളിവിടെ ശ്രദ്ധിച്ചിട്ടുള്ളത്? ഒന്ന്, കോംപ്രിഹെൻസീവ് കെയർ, സമഗ്രമായിട്ടുള്ള ശുശ്രൂഷയാണ്. അതായത് പ്രൊമോട്ടീവ്, പ്രിവെൻറ്റീവ്, ക്യൂറേറ്റീവ്, പാലിയേറ്റീവ് ആൻഡ് റീഹാബിലിറ്റേറ്റീവ് സർവീസസ് ആണ്. അതായത് എല്ലാ തലത്തിലും ഒരു രോഗിയെ എംപവർ ചെയ്യുന്ന രൂപത്തിലുള്ള പോളിസി മാറ്റമാണ് നമ്മളിവിടെ ആർദ്രം മിഷൻ എന്നുള്ള ഈ പദ്ധതിയിലൂടെ നടത്തുന്നത്. രണ്ടാമത്തത് ഇൻഫ്രാസ്ട്രക്ചറും അമ്യൂണിറ്റീസിലും സൗകര്യങ്ങളുടെ വ്യാപനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്.
വലിയ വിപുലമായിട്ടുള്ള വെയിറ്റിംഗ് ഏരിയ, അതേപോലെ നടക്കാൻ ബുദ്ധിമുട്ടുള്ള രോഗികൾക്ക് സഹായപ്രദമായിട്ടുള്ള റാമ്പ് സൗകര്യം, അതുപോലെ നേഴ്സിംഗ് സ്റ്റേഷൻസ്, അതുപോലെ തന്നെ ലബോറട്ടറി സർവീസ്, അങ്ങനെയുള്ള വിപുല തലത്തിലുള്ള മേഖലകളാണ് നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് വിപുലീകരിച്ചിട്ടുള്ളത്. മറ്റൊന്ന് ഡിജിറ്റലൈസേഷനാണ്. ഹെൽത്ത് സർവീസ് എന്ന രൂപത്തിൽ നമ്മൾ പൂർണ്ണമായിട്ട് എന്താണ്, ഈ രോഗികളുടെ ഡാറ്റാസ് പൂർണ്ണമായിട്ട് ഡിജിറ്റലൈസ് ചെയ്യപ്പെടുന്നു. അത് ആ രോഗിയുടെ ഫർദറായിട്ടുള്ള ആരോഗ്യ പരിപാലനത്തിന് ഏറ്റവും അനിവാര്യമായ ഒന്നാണ്. രോഗാവസ്ഥ വന്നു കഴിഞ്ഞാൽ ഒരു രോഗിക്കുണ്ടാവുന്ന സാമ്പത്തിക ബാധ്യതയെ വളരെയധികം ലഘൂകരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ മിഷനിൽ പ്രധാനമായിട്ടും ടാർഗറ്റ് ചെയ്ത മറ്റൊരു പ്രധാനപ്പെട്ട മേഖല. മറ്റൊന്ന്, കുട്ടികൾക്ക്, വനിതകൾക്ക്, അതേപോലെ പ്രായമായവർക്ക് അവരുടെ ആരോഗ്യ സേവനത്തിന് പ്രത്യേക ഊന്നൽ നൽകിയുള്ള ഒരു പദ്ധതിയാണ് ആർദ്രം മിഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആർദ്രം മിഷൻ്റെ കാഴ്ചപ്പാടുകളിൽ 2 പ്രധാനപ്പെട്ട കാഴ്ചപ്പാടുകൾ പ്രധാനമാണ്. ഒന്ന്, സാധാരണക്കാരൻ, ഗ്രാമീണനായിട്ടുള്ള ഒരു വ്യക്തിക്ക് മെച്ചപ്പെട്ട ആരോഗ്യ സേവനം ലഭ്യമാക്കുക എന്നുള്ള ഒരു തലത്തിലുള്ള സാധനം. രണ്ടാമത്തെ എന്താണ്, നമ്മുടെ ആരോഗ്യ സേവനങ്ങളെ നമ്മൾ വികേന്ദ്രീകരിക്കുന്നു. ജില്ലാ ഹോസ്പിറ്റലുകളിലുള്ള രോഗികളുടെ പ്രഷർ ഗണ്യമായിട്ട് കുറയ്ക്കാൻ ഇടയാകുന്ന ഒരു സൗകര്യമാണ്. അതേ സൗകര്യങ്ങൾ നമ്മൾ ഗ്രാമീണ തലത്തിലുള്ള ഒരു ഫാമിലി ഹെൽത്ത് സെൻ്ററിൽ ഒരുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ജില്ലാ ഹോസ്പിറ്റലുകളുടെ പ്രഷർ സ്വാഭാവികമായിട്ടും ഗണ്യമായിട്ട് കുറയ്ക്കാൻ കഴിയും. അത് ആതുര സേവകരുടെ ജോലി സമ്മർദ്ദങ്ങളെ, ജോലി ഭാരത്തെയൊക്കെ ഗണ്യമായിട്ട് കുറയ്ക്കാൻ കഴിയും. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങളെ ശാക്തീകരിക്കുമ്പോൾ ഏത് മഹാമാരികളെയും നേരിടാൻ കഴിയുന്ന, അല്ലെങ്കിൽ ഒരു സാമൂഹ്യമായിട്ട് നമുക്ക് മഹാമാരികളെ നേരിടാനുള്ള സ്ട്രെങ്ത്ത് അല്ലെങ്കിൽ കരുത്താണ് ഇതിലൂടെ നമുക്ക് പകർന്നു കിട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ കോവിഡ് കാലത്ത് കേരളത്തെ WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, അതേപോലെ ആഗോള മാധ്യമങ്ങൾ പ്രശംസിക്കുന്ന സ്ഥിതി വന്നത്. കേരളം ഈ രംഗത്ത് മെച്ചപ്പെട്ട നില പുലർത്തി എന്ന് എല്ലാ മാധ്യമങ്ങളും ഏറ്റുപാടിയത് നമ്മുടെ ഈ മികവ് കൊണ്ടാണ്. നമ്മുടെ പൊതുജനാരോഗ്യ മേഖലയുടെ സ്ട്രെങ്ത്തും ആ സേവനങ്ങൾ, പൊതുജനാരോഗ്യ സേവനങ്ങൾ കേരളത്തിലെ സാധാരണ മനുഷ്യന് ലഭ്യമാകുന്ന അവസ്ഥ ഉണ്ടായി എന്നതുകൊണ്ടാണ് ഈ ഒരു പ്രശംസ നമുക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഈ ഒരു ശാക്തീകരണം തുടരേണ്ടതുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, മറ്റ് പല വീഡിയോയിലും പറഞ്ഞ പോലെ, നമ്മുടെ സ്വകാര്യ ആരോഗ്യ മേഖലയെ വട്ടമിട്ട് പറക്കുന്ന അമേരിക്കൻ കുത്തകകൾക്കെതിരെയുള്ള പോരാട്ടം നമുക്ക് തുടരണമെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് ചെയ്യേണ്ടത്, നമ്മുടെ ഒരു സമൂഹം എന്ന നിലയിൽ നമ്മൾ സ്വാഭാവികമായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ പൊതുജനാരോഗ്യ മേഖലയെ അനുദിനം ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. അതിന് ഉത്തരവാദിത്തപ്പെട്ടവരെ ചുമതലപ്പെടുത്തുക എന്നുള്ളതാണ്. അതിന് ശരിയായ ദിശയും രാഷ്ട്രീയ ബോധമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ അധികാരത്തിലേറ്റുക എന്നുള്ളതാണ്. അത്തരം പ്രസ്ഥാനങ്ങൾക്ക് അധികാര തുടർച്ച നൽകുക എന്നുള്ളതാണ്.